നമസ്കാരം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് കുട്ടികളിലുള്ള അമിതമായിട്ടുള്ള മൊബൈൽ ഫോൺ ഉപയോഗവും അതിനാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ്. ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ ഞാൻ ചർച്ച ചെയ്തു. പക്ഷേ ഇനി എന്താണ് അതിനുള്ള പരിഹാരങ്ങൾ? നമുക്കതിനെക്കുറിച്ച് എന്ത് ചെയ്യാം എന്നാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. നമ്മൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം അംഗീകരിക്കപ്പെട്ടു. മൊബൈൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അത് മാറാൻ പോകുന്ന വിഷയമല്ല. നമ്മളുടെ ഫോക്കസ് ഉണ്ടാവേണ്ടത് ഈ മൊബൈൽ ഉപയോഗം എങ്ങനെ കറക്റ്റായിട്ട് നിയന്ത്രിച്ചിട്ടുള്ള സേഫായിട്ടുള്ള വഴിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നാണ്. ആ വിഷയം എങ്ങനെ കുട്ടികളുടെ മുമ്പ് അവതരിപ്പിക്കാം, എങ്ങനെ വേണ്ട ക്വാളിറ്റീസ് എങ്ങനെ അവരിൽ ഡെവലപ്പ് ചെയ്യാം എന്നാണ്. ഈ അമിതമായിട്ടുള്ള മൊബൈൽ ഉപയോഗത്തെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളത് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എവിടുന്ന് തുടങ്ങണം എന്ന് പല സമയത്തും മനസ്സിലാകാതെ ആകും. ഞാനതിനെ ബേസിക്കലി ഒരു 4 തത്വങ്ങളായിട്ടാണ് വിഭജീകരിച്ചിരിക്കുന്നത്. ഒന്ന്, ഉദാഹരണത്തോടെ നയിക്കുക, കൂടാണ്ട് നേതൃത്വത്തോടെ വഹിക്കുക. രണ്ടാമത്തത് ലിമിറ്റ് സെറ്റ് ചെയ്യുക. മൂന്നാമത്തത് അച്ചടക്കം പാലിക്കുക. പിന്നെ ഈ തത്വങ്ങൾ നമ്മൾ നടപ്പിലാക്കുമ്പോൾ അതിനെ സ്ഥിരതയോടെ നടപ്പിലാക്കുക. നാലാമത്തത് സാമാന്യ ബുദ്ധി. ഇതെന്തെല്ലാമാണെന്ന് ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് വിശദീകരിക്കാം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഞാൻ പറയുന്ന പോയിന്റ്സ് കറക്റ്റായിട്ടുള്ള നിയമങ്ങൾ എന്നല്ല, ഒരു നിർദ്ദേശ മാർഗങ്ങളാണ്. ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്. ഓരോ കുട്ടീനനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെ ഈ തത്വങ്ങൾ നടപ്പിലാക്കുമെന്ന് ഓരോ രക്ഷിതാവും തീരുമാനിച്ച് ചെയ്യണം. ആഫ്റ്റർ ഓൾ, ഒരു കുട്ടീനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് ആ രക്ഷിതാവിനാണല്ലോ. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, ഉദാഹരണത്തിലൂടെ നയിക്കുക, നേതൃത്വത്തിലൂടെ വഹിക്കുക. ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കുട്ടികളിലേക്ക് ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം കാര്യം ഒന്ന് ആലോചിക്കുന്നത് രക്ഷിതാക്കളാണ്. കുട്ടികൾ ആദ്യമായിട്ടൊരു ഗാഡ്ജറ്റ് പരിചയപ്പെടുന്നത് മൊബൈലാണെങ്കിൽ ശരി, ടി വി ആണെങ്കിൽ ശരി, അടുത്തുള്ളവരിലൂടെയാണ്. അധികവും മാതാപിതാക്കളോ അടുത്തുള്ള ബന്ധുക്കളിലൂടെയാണ്. കുട്ടികൾ പഠിക്കുന്നത് യൂഷ്വലി 2 രീതിയിലാണ്. ഒന്ന്, ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ, അവർ കണ്ടു പഠിക്കുന്നു. നമ്മൾ അവരെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, നമ്മൾ ചെയ്യുന്നതെല്ലാം അത്ര കറക്റ്റ് ആണോ അല്ലയോ. നമ്മൾ അമിതമായിട്ട് മൊബൈൽ ഉപയോഗിച്ച് കുട്ടീനോട് അധികം ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ കുട്ടി നിങ്ങൾ പറഞ്ഞത് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അവർ അത്രത്തോളം ബോധ്യപ്പെടും എന്ന് തോന്നില്ല. ചിലപ്പോൾ പേടിച്ചിട്ട് ചെയ്തെന്ന് വരാം, പക്ഷെ ബോധ്യമാവില്ല. ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ കുട്ടികളുടെ മാറ്റം വരുത്തുന്നതിന് മുമ്പ് ആദ്യം മാറ്റം വരുത്തേണ്ടത് നമ്മുടെ സ്വഭാവത്തിലാണ്. നമ്മൾ കുട്ടികളിൽ എക്സ്പെക്ട് ചെയ്യുന്ന അതേ ബിഹേവിയർ, നമ്മൾ കുട്ടികളിൽ എക്സ്പെക്ട് ചെയ്യുന്ന വ്യത്യാസം സ്വഭാവത്തിൽ, അല്ലെങ്കിൽ അവരിൽ എന്ത് ബിഹേവിയർ എക്സ്പെക്ട് ചെയ്യുന്നു അത് നമ്മൾ ആദ്യം നേതൃത്വം എടുത്തുകൊണ്ട് നമ്മളുടെ സ്വഭാവത്തിൽ ഉദാഹരണമായിട്ട് കാണിച്ചു കൊടുത്ത് അവരെ പഠിപ്പിക്കണം. അടുത്തുള്ളവർ ഇങ്ങനെയാണ് എന്ന് ചെയ്യുമ്പോൾ കുട്ടിയും ഓട്ടോമാറ്റിക്കലി ആ വഴിയിൽ പഠിക്കാൻ തുടങ്ങും. ലോകത്തിൽ പലതരം ഗൈഡ് ലൈൻസ് ഉണ്ട്. കുട്ടികൾ എങ്ങനെ മൊബൈൽ ഉപയോഗിക്കണം, എത്ര നേരം ഉപയോഗിക്കണം. നമ്മൾ ഇന്ത്യയുടെ ഗൈഡ് ലൈൻസും ഉണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സ് ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. ഞാൻ പല ഗൈഡ് ലൈൻസിൻ്റെയും മെയിൻ പോയിന്റ്സ് ആയിരിക്കും എന്ന് കവർ ചെയ്യുന്നത്. അധിക ഗൈഡ് ലൈൻസും പറയുന്നത് കുട്ടികൾ പല പ്രായത്തിലും എത്രത്തോളം അവർക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് വ്യത്യാസമുണ്ട്. ഇതും ഒരു സുമാറ് കണക്കുകളാണ്. ഇത്ര തന്നെ പറ്റൂ എന്നുള്ള ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് അല്ല, എന്നാലും ഒരു സുമാറ് കണക്കുകളാണ്. ഞാൻ പറഞ്ഞ ഒരു മാർഗനിർദ്ദേശങ്ങൾ, ഒരു ഗൈഡ് ലൈൻസ് മാത്രമാണ്. അധിക ഗൈഡ് ലൈൻസും ഒന്ന് കോമൺ ആയിട്ട് പറയുന്നത്, ജസ്റ്റ് ന്യൂ ബോൺ, ജനിച്ച കുട്ടികൾ മുതൽ 2 വയസ്സുള്ള കുട്ടികൾക്ക് വരെ മൊബൈൽ കൊടുക്കാൻ പാടില്ല എന്നാണ്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ബുദ്ധി വളർന്നു വരുന്ന ഏജ് ആണ്. ഈ ടൈമിൽ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധി വളർച്ചയെ ബാധിക്കും. രണ്ടാമത്തത്, അധിക ഗൈഡ് ലൈൻസും പറയുന്നത് 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് മാക്സിമം 1 മണിക്കൂർ മൊബൈൽ കൊടുക്കാം. അതും ഒരു നേരത്ത് മാക്സിമം 30 മിനിറ്റ് വരെ.
ഈ കൊടുത്തിരിക്കുന്ന ടൈമിലും അധികവും എഡ്യൂക്കേഷണൽ ആയിട്ട് അല്ലെങ്കിൽ അവരെ ഭാഷ അല്ലെങ്കിൽ അവരെ കഴിവുകൾ വർദ്ധിച്ചു വരുന്ന ടൈപ്പ് പ്രോഗ്രാംസ് ആയിരിക്കണം കുട്ടികൾ കാണേണ്ടത് എന്നാണ് പറയാറ്. ചെറിയ കുട്ടികൾ, ഞാൻ ഈ 2 വയസ്സ് വരെയുള്ള കുട്ടികൾ നമ്മൾ യൂഷ്വലി ഒരു കോമൺ ആയിട്ട് കാണുന്നതെന്ന്, കുട്ടി അമിതമായിട്ട് വാശി കൂടുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാണ്ടിരിക്കുമ്പോൾ പാരൻസ് എന്ത് ചെയ്യും, മൊബൈൽ കയ്യിൽ പോക്കറ്റിലുള്ളത് എടുത്ത് കുട്ടീൻ്റെ കയ്യിൽ കൊടുക്കും. ആൻഡ് അത് ഡിസ്ട്രാക്റ്റ് ആകുമ്പോൾ കുട്ടി അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ മൊബൈലിനോടുള്ള ശീലം ഇവിടെ തുടങ്ങി ശീലമാക്കുന്നു. പണ്ട് കാലത്തും പാരൻസ് മൊബൈലൊന്നും ഇല്ലാണ്ട് കുട്ടികളെ ഭക്ഷണം കഴിപ്പിച്ചിട്ടുമുണ്ട്. അവരെ കരച്ചിലും വാശിയും കുറയ്ക്കാൻ വേണ്ടി പല രീതിയിലൂടെ മാനേജ് ചെയ്തിട്ടുമുണ്ട്. മൊബൈൽ ഒരു പുതിയൊരു വിഷയം മാത്രമേ ഉള്ളൂ. സോ അത് എത്രത്തോളം കൺവീനിയൻ്റ് ആണെങ്കിലും നമ്മളത് ശീലമാക്കരുത്. നെക്സ്റ്റ് പറയുന്നത് 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് മാക്സിമം ഒരു 2 മണിക്കൂർ വരെ മൊബൈൽ കൊടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾ കാണേണ്ട പ്രോഗ്രാംസ് ഭാഷയെ സംബന്ധിച്ച് എഡ്യൂക്കേഷണലായിട്ട് അല്ലെങ്കിൽ അവരെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പരിപാടികളാണ് റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത്. ഈ മൊബൈൽ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണെങ്കിലും അത് TV തുടങ്ങിയ ഏത് സ്ക്രീൻ, ലാപ്ടോപ്പ് എന്നിവയെല്ലാം ഉൾപ്പെട്ടതാണ്. അത് മറക്കരുത്. ഇതെല്ലാം നമ്മൾ ഈ സ്ക്രീൻ ടൈം എന്ന് പറയുന്നു. ഈ മിനിറ്റുകൾ പറയുന്നതെല്ലാം സ്ക്രീൻ ടൈമാണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്രീൻ ടൈം എന്ന വിഷയത്തെക്കുറിച്ച്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു സോഷ്യൽ മീഡിയയും അനുവദിക്കുന്നതല്ല. നമ്മൾ ഫോൺ വിളിക്കാൻ എപ്പോഴെങ്കിലും വാട്സാപ്പ് അതൊക്കെ ഉപയോഗിക്കുന്നത് ശരി, പക്ഷെ അതല്ലാണ്ട് ഈ ഒരു പ്രായമുള്ള കുട്ടികൾക്ക് ഒരു സോഷ്യൽ മീഡിയ എക്സ്പോഷറും ഉണ്ടാവാൻ പാടില്ല. അൺലെസ് TV പ്രോഗ്രാമോ, നമ്മൾ പറഞ്ഞ യൂട്യൂബിലൊക്കെ ചിലപ്പോൾ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ചിലർ കാണാറുണ്ട്, അങ്ങനത്തത് കുഴപ്പമില്ല. ഗൈഡ് ലൈൻസ് തന്നിരിക്കുന്ന ടൈം മൊബൈലിന് എന്ന് മാത്രമല്ല ഏത് സ്ക്രീനുള്ള ഡിവൈസും അതിൽ ഉൾപ്പെടുന്നു. നമ്മൾ സ്ക്രീൻ ടൈം എന്ന് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരു സ്ക്രീനുള്ള ഏത് ഗാഡ്ജറ്റ്, TV, മൊബൈൽ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ എന്താണെങ്കിലും അതിനു മുമ്പ് എത്ര ടൈം ചെലവാക്കുന്നു എന്നുള്ളതാണ് സ്ക്രീൻ ടൈം. ആ ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സോ മൊബൈൽ എന്നാണ് ഞാൻ വീഡിയോയിൽ മൊത്തം പറഞ്ഞതാണെങ്കിലും അത് ഈ എല്ലാ ഡിവൈസസും അതിൽ ഉൾപ്പെടുന്നു. നമ്മൾ ഈ മൊബൈൽ ഉപയോഗിക്കാൻ അനുവദിക്കുമ്പോൾ അതിൽ 2-3 ചില പോയിന്റ്സ് ഉണ്ട് നമുക്ക് ശ്രദ്ധിക്കാൻ ഉള്ളത്. അതിൽ ഒന്നുള്ളത്, ഈ മൊബൈൽ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നേതൃത്വത്തിലായിരിക്കണം, നമ്മൾ അടുത്തുണ്ടാവണം. സോ നമുക്ക് ഒരു കണ്ണ് വെക്കാം കുട്ടികൾ എന്താണ് കാണുന്നത് എന്ന്. തെറ്റായിട്ടുള്ള എന്തെങ്കിലും പരിപാടി കാണുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ശ്രദ്ധിച്ചിട്ട് ചേഞ്ച് ചെയ്യാം. രണ്ടാമത്തത് ഒന്നുള്ളത്, ഈ നമ്മളെ നേതൃത്വത്തിലാവുമ്പോൾ നമുക്ക് മനസ്സിലാവും കുട്ടികൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളത്, അവരെന്താണ് ഇഷ്ടപ്പെടുന്നത്. ആൻഡ് അവരോട് നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ചർച്ച ചെയ്യാൻ, ചോദിക്കാം. ഇത് കുട്ടികളും പാരൻസും തമ്മിലുള്ള ബോണ്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയും സഹായിക്കും. പിന്നെ വേറെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുറേ ആപ്സിന് ഈ പാരന്റൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പാരന്റൽ സെറ്റിങ്സ് എന്ന് വെച്ചാൽ ഈ അഡൾട്ട് ആയിട്ടുള്ള മുതിർന്നവർക്കുള്ള കണ്ടന്റ് കുട്ടികൾ കാണാതെ കിട്ടും. അവർക്ക് അവരെ പ്രായത്തിന് പറ്റിയത് മാത്രമേ ആ ആപ്സ് സജസ്റ്റ് ചെയ്യും. സോ രക്ഷിതാക്കൾ ഈ പാരന്റൽ സെറ്റിങ്സ് എങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടതെന്ന് പഠിക്കുന്നത് യൂസ്ഫുൾ ആയിരിക്കും. കണ്ടമാനം വീഡിയോസും ഉണ്ട് ഓൺലൈൻ, നിങ്ങൾക്ക് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. പിന്നെ ഒന്നുള്ളത്, ഈ മൊബൈലിലൊക്കെ ഉപയോഗിക്കുമല്ലോ, അത് ബാക്കിയുള്ള ടൈമുകൾ, പ്രത്യേകിച്ച് ഉറങ്ങേണ്ട സമയം, ബാക്കി കുട്ടികളോട് കളിക്കേണ്ട ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെ സമയം, ഈ ഫാമിലി ടൈം, കുടുംബക്കാരോട് സമയം ചെലവാക്കുന്ന ആ ടൈമുകളെ ഒരിക്കലും റിപ്ലേസ് ചെയ്യരുത്. ഇത് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, ഇത് റിപ്ലേസ്മെൻ്റ് അല്ല എന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഈ കൗമാരപ്രായക്കാരെ നടുക്കിൽ, ടീനേജേഴ്സിനെ നടുക്കിൽ, അപ്പോഴാണ് വിഷയങ്ങൾ കുറച്ചും കൂടി ഒരു ട്രിക്കി ആവാൻ പോകുന്നത്. ഈ പ്രായത്തിൽ കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി പഠിക്കുന്ന ഒരു പ്രായമാണ്. അവരെ സ്വന്തം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അവരും റെബൽ ചെയ്യാൻ നോക്കും, ഇത് എൻ്റെ അവകാശമല്ലേ എന്ന് പറഞ്ഞിട്ട്. സോ ഒരു സൈഡിൽ നമ്മൾ അവരെ സേഫ്റ്റിയും നോക്കണം, പക്ഷെ അതേ സമയത്ത് അവരെ ഇൻഡിപെൻഡൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യണം. സോ ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുക, അതാണ് അടുത്ത വിഷയം. ഒരു കാര്യം നമ്മൾ അവരെ മനസ്സിലാക്കേണ്ടത്, ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അവരെ മൗലിക അവകാശമല്ല, നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ആനുകൂല്യമാണ്. ആ കാര്യം ക്ലിയർ ആയിരിക്കണം. കൗമാരപ്രായത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങാം, പക്ഷേ അതിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ ഏർലി ടീൻസ് എന്ന് പറയുക, 13, 14, 15, ആ പ്രായത്തിലൊക്കെ പ്രത്യേകിച്ച് പാരൻസിന് ഓരോ കുട്ടികൾ എന്ത് സോഷ്യൽ മീഡിയ ആണ് ഉപയോഗിക്കുന്നത്, ഓരോ സോഷ്യൽ മീഡിയയിലുള്ള അവരെ യൂസർ നെയിം, പാസ്വേഡ് എന്താണെന്നൊക്കെ പാരൻസിന് അറിഞ്ഞിരിക്കണം. ആ ഒരു കണ്ടീഷനിൽ അവർക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം. ഇതിൽ ഉദ്ദേശിക്കുന്നത് പാരൻസിനും ഒരു കണ്ണ് വെക്കാം, അവർ ഓൺലൈൻ എന്താണ് ചെയ്യുന്നത്,
ആൻഡ് ആരോടാണ് കോൺടാക്റ്റിൽ നിൽക്കുന്നത്, ആരെങ്കിലും അവരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നീ തുടങ്ങിയ വിഷയങ്ങളും കെയർ ചെയ്യാം. ഞാൻ പറഞ്ഞ മാതിരി ഇത്ര എളുപ്പമുള്ള ഒരു പ്രായമല്ല. കുറേയൊക്കെ ഒരു ഇൻഡിപെൻഡന്റ് തുടങ്ങുന്ന പ്രായമാണെങ്കിലും ചില കാര്യങ്ങളിൽ ആ പക്വത എത്തിയിട്ടുണ്ടാവില്ല. ആൻഡ് ചെറിയ വിഷയങ്ങളെ സീരിയസ്നെസ്സും അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. സോ നമ്മൾ അവരെ ഉപയോഗിക്കാൻ വിടുന്നതോടെ തന്നെ നമ്മൾ അവരെ കാര്യങ്ങളിലും ഒരു കണ്ണ് വെക്കുന്നു. കുറച്ചും കൂടി ലേറ്റ് ടീൻസ് ആകുമ്പോൾ കുറേ കൂടി ഫ്രീഡം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെയുള്ളൊരു വിഷയം സാധാരണ ചർച്ചയിൽ വരുന്നത് സ്വന്തമായിട്ടുള്ള ഫോണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. യൂഷ്വലി നമ്മൾ കാണുന്നതിൽ വെച്ച് അറ്റ്ലീസ്റ്റ് 18 വയസ്സ് അല്ലെങ്കിൽ +2 കഴിയുന്നവരെ സ്വന്തമായിട്ടുള്ള ഫോൺ കൊടുക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവരോട് സ്നേഹം കുറവ് കൊണ്ടൊന്നുമല്ല, പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇക്കാലത്ത് ഭയങ്കര സ്മാർട്ടാണ്. നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ സ്വന്തമായിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് എങ്ങനെ ഒളിപ്പിക്കാമെന്ന് പാരൻസ് ആലോചിക്കുന്ന മുമ്പ് തന്നെ അതിന് 10 വഴികൾ അറ്റ്ലീസ്റ്റ് കണ്ടുപിടിക്കും. അതേ സമയത്ത് പാരൻസിന്റെ കയ്യിലുള്ള ഫോൺ ആവുമ്പോൾ അവർക്ക് ഒരു കൺട്രോൾ ഉണ്ട്, കുട്ടികൾ എന്ത് ഉപയോഗിക്കുന്നു, എന്താണ് കാണുന്നത് എന്ന്. അറ്റ്ലീസ്റ്റ് ഒരു പക്വത എത്തുന്നവരെ. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരെ ഫോൺ തന്നെ ഉപയോഗിക്കാം, വാങ്ങിക്കാം. ഇതിലും ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ അല്ല. ചില എക്സെപ്ഷൻസ് ഉണ്ട്. ബിസി ആയിട്ടുള്ള സിറ്റിയിലാണ് കുട്ടികൾ ട്യൂഷന് പോവുക, പാരൻസ് ജോലിക്ക് പോവാണ്, അതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിച്ച് നോക്കണം എവിടെയാണ് എന്താണെന്നുള്ളത്. കാലങ്ങളിലുള്ള ഒരു മാറ്റമാണ്. സോ ഇങ്ങനത്തെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഇഷ്യൂ വരുമ്പോൾ ഞാനൊന്ന് സജസ്റ്റ് ചെയ്യും, സാധാരണ ഫോൺ ഉണ്ടല്ലോ, സ്മാർട്ട് ഫോൺ അല്ല, സാധാരണ ഫോൺ നമ്മൾ കൊടുക്കുക. ഫോൺ കോൾ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിച്ചതാണെങ്കിൽ സാധാരണ ഫോൺ ധാരാളമാണ്. ആൻഡ് അതിൽ കുസൃതി കാണിക്കാൻ പറ്റുന്നത് അവസരങ്ങൾ കുറേ കൂടി കുറവാണ്. ഇല്ല എന്നല്ല, കുറവാണ്. നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ലിമിറ്റ് സെറ്റിംഗ്. ലിമിറ്റ് സെറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കുട്ടികൾക്ക് ഇത് പറ്റില്ല അത് പറ്റില്ല എന്ന് പറയുന്നത് മാത്രമല്ല, അവർക്കൊരു റൂൾസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് കൊടുക്കണം. അല്ലെങ്കിൽ കുട്ടികൾ തന്നെ കൺഫ്യൂസ്ഡ്, അവർക്ക് എന്താ ചെയ്യാൻ പറ്റില്ല. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ മൊബൈൽ ഉപയോഗം പാടില്ല, പഠിക്കുന്ന സമയത്ത് പാടില്ല, കിടക്കാൻ പോകുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് മൊബൈൽ മാറ്റി വെക്കണം എന്നീ തുടങ്ങിയതെല്ലാം ഈ ഗൈഡ് ലൈൻസിൽ വരാവുന്നതാണ്. ഈ റൂൾസ് നമ്മൾ ഉണ്ടാക്കിയത് മാത്രം പോരാ, അതിനെ നമ്മൾ നടപ്പിലാക്കണം. എന്നാലേ ഈ റൂൾസ് എഫക്റ്റീവ് ആവുള്ളൂ. അതാണ് നമ്മളുടെ അടുത്ത വിഷയം, അച്ചടക്കവും അതിനെ നടപ്പിലാക്കാനുള്ള സ്ഥിരതയും. തുടങ്ങുമ്പോൾ എല്ലാ പ്രാവശ്യവും 100% നമ്മൾ പറഞ്ഞ മാതിരി റൂൾസ് ചിലപ്പോൾ ഉടനടി നടന്നെന്ന് വരില്ല. ചില ടൈമിൽ അബദ്ധങ്ങൾ പറ്റിയേക്കാം, പാരൻസിനാകാം അല്ലെങ്കിൽ കുട്ടികൾക്കാകാം. പക്ഷെ അബദ്ധം പറ്റുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആ ഓർത്ത് വന്നു കഴിഞ്ഞാൽ ആ റൂൾസ് നമ്മൾ സ്ഥിരമായിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കണം. ഇത് ഒരിക്കൽ നടപ്പിലാക്കി പിന്നെ കുറച്ചു കാലം ചെയ്തിട്ടില്ല, വീണ്ടും നടപ്പിലാക്കി, അങ്ങനെ ചെയ്തിട്ട് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. ആ സ്ഥിരത ഉണ്ടാകുമ്പോൾ മാത്രമേ എല്ലാവരും പാലിക്കുകയുള്ളൂ. ഈ അവസാനത്തെ വിഷയം സാമാന്യ ബുദ്ധി, കോമൺ സെൻസ്. എല്ലാ പാരൻസിനും അവരവരെ കുട്ടികൾക്ക് എന്താണ് നല്ലത് അവർക്കറിയാം. ചില വിഷയം കുറച്ചൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് അവർക്ക് സേഫ് ആണോ അല്ലെങ്കിൽ അവർക്കത് നല്ലതല്ലേ എന്നുള്ള വിഷയം ഓരോ പാരൻസിനും ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത് നല്ലതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചർച്ച അവിടെ കഴിഞ്ഞു, അത് പറ്റില്ല. നമ്മൾ കുട്ടികൾക്ക് പല റൂൾസും പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, റോഡ് കടക്കുമ്പോൾ റെഡ് ലൈറ്റ് വന്ന് വണ്ടികൾ നിന്നതിന് ശേഷം മാത്രമേ റോഡ് കടക്കാൻ പാടൂ. അതുമാതിരി തന്നെ മൊബൈൽ ഫോണിനും നമ്മൾ ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അറിയാത്തവരോട് മെസ്സേജ് ചെയ്യരുത്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവർക്ക് അയച്ചു കൊടുക്കരുത്, ഫോട്ടോ അറിയാത്തവർക്ക് അയച്ചു കൊടുക്കരുത്, ഈ ഓൺലൈൻ ഉപയോഗിക്കുമ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള രീതി, ചീത്ത വാക്ക് ഉപയോഗിക്കരുത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മടിക്കാണ്ട് നിങ്ങളെ അറിയിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ഈ സൈബർ ബുള്ളിങ്ങും ഓൺലൈൻ ചൂഷണവും വളരെ കോമൺ ആണ്. ആൻഡ് കുട്ടികളോട് നമുക്ക് എപ്പോഴും പറയണം, അവർക്ക് എപ്പം വേണമെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയാൻ ആ ഫ്രീഡം ഉണ്ട് എന്ന്. പാരൻസ് ദേഷ്യം പിടിക്കുന്നത് പലരും പറയാണ്ട് നിൽക്കാറുണ്ട്. പക്ഷെ ആ ഫ്രീഡം ഉണ്ട്, സേഫ് ആണ് നിങ്ങളടുത്ത് പറയുന്നത് എന്നുള്ള ഫീലിംഗ് കുട്ടികൾക്ക് ഉണ്ടാവണം. ഞാൻ കുറേ വിഷയങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഹോപ്പ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്നാണ്. ആൻഡ് പല സമയത്തും കുറേ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അത്ര എളുപ്പമല്ല, അതും ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ എളുപ്പമല്ല. ആൻഡ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്, ഇതിനേക്കാളും കുറേ ബുദ്ധിമുട്ടുകൾ ഇത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും പ്രൊഫഷണൽസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അവർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. താങ്ക് യു.